എന്നാലും സാർ ഇപ്പൊ പ്രൊഫസർ അതൊക്കെ വിട്ടു, അതൊക്കെ വിട്ടു. എനിക്ക് സാർ അയ്യോ അങ്ങനെ പറ്റില്ല. സന ഡയറക്ടറായിട്ട് വന്നിട്ട് എന്നെ നേരത്തെ പറഞ്ഞ സിനിമയിൽ ആർട്ടിസ്റ്റായിട്ട് വിളിക്കുമ്പോൾ സന എന്നോട് പറയാണ് ഈ സീനിൽ രജിത്തേട്ട റേപ്പ് ആണെന്ന് പറയുമ്പോൾ ഞാൻ സനയുടെ മുമ്പ് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് അയ്യോ ഞാൻ പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് ആണ്, ആനയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈഗോ വരും. ഈഗോയിലെ സ്റ്റേറ്റ് ആണ് ആർട്ടിസ്റ്റ് എന്ന് ഉണ്ടാവേണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ രജിത്തേട്ടൻ പോലെ ഒരാള് പറഞ്ഞേക്കുവാണ്. എനിക്ക് ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും സന്തോഷ് വർക്കി താമസിയാതെ ഡോക്ടർ സന്തോഷ് വർക്കി എന്ന പേരിൽ അറിയപ്പെടട്ടെ. അത് എടുത്ത് കാണിച്ചു കൊടുക്കുക. അതെ, അങ്ങനെ ഒരു മോട്ടിവേഷൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര നാളെ അല്ല അക്കാഡമി ലൈൻ വിട്ടു പോനെ, അത് പറ്റൂല. ഞാനത് നിന്നിലേക്ക് ഏൽപ്പിച്ചു. ഇനി എന്തായാലും പോവല്ലേ, നിന്നിലേക്ക് ഏൽപ്പിച്ചു. ഞാൻ ആർട്ടിസ്റ്റ്, എനിക്ക് രണ്ടെണ്ണം ചുമക്കാൻ പറ്റില്ല. ഞാൻ ഏതാണോ ചെയ്യുന്നത് അതിൽ ഞാൻ അങ്ങറ്റമായിരിക്കും. അതാണ് എന്റെ ഒരു ശീലം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടുപേരും ആഗ്രഹിച്ചൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം ക്ഷമയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. സനയോടൊപ്പമുള്ള കുറച്ച് സമയം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. അത് ഹാർഡ് വർക്ക് ചെയ്യണം. അന്നെ കണ്ട ഹാർഡ് വർക്കർ ആണോ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ കണ്ടേനെ. ആ ക്ഷീണമൊന്നും മുഖത്ത് കാണുന്നില്ല. അങ്ങനെ പറയരുത്, നമ്മളെപ്പോഴും കാണിച്ചോണ്ട് നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീഡിയയ്ക്കും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.